അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹരിയാലി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിവന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ആലയമൺ കടവറത്ത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിയാലി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ ചിലവിൽ തോടിന്റെ ഭിത്തി നിർമ്മാണം നടത്തിവരികയായിരുന്നു. അലൈമൺ വില്ലേജ് ഓഫീസർ വി അജിത് പ്രകാശ്, ജീവനക്കാരായ കലാ ജെ പിള്ള, സൈജു കെ നായർ, വി എ സജിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ച നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു, ജൈവസമ്പത്ത് നശിപ്പിക്കുന്നു, നെൽപ്പാടങ്ങൾ നികത്തുന്നതിന് ഭൂമാഫിയെ സഹായിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ കാട്ടി ചില പ്രദേശവാസികൾ RDOയ്ക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് നിർമ്മാണം തടഞ്ഞത്. നിർമ്മാണം നിർത്തിവെക്കാൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. സമീപവാസികൾ ബഹുമാനപ്പെട്ട കൊല്ലം RDOയ്ക്ക് പരാതി കൊടുത്തു. RDO പരാതി സ്വീകരിച്ചിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കാനായിട്ട് അലൈമൺ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം തന്നു. മഴക്കാലത്ത് വെള്ളം കയറി നശിക്കുന്ന കൃഷിയിടവും വീടുകളും സംരക്ഷിക്കുന്നതിന് ഇവിടെ ഭിത്തി കെട്ടണമെന്ന് നിരന്തരം ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ അനുമതി ലഭിച്ചതെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തരുതെന്നും സമീപവാസികൾ ആവശ്യപ്പെട്ടു. അവിടെ ഒരു പാലം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അക്കരെ കയറാനൊക്കെ വെള്ളം കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പള്ളിക്കൂടത്തിൽ പോകാനോ മറ്റൊന്നും ഒക്കത്തില്ലായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോകാനും അമ്പലങ്ങളിലൊന്നും പോകാനും അല്ലെങ്കിൽ അക്കരയൊന്നും ഒരു കൂടി പോച്ചയ്ക്ക് പോകാനും ഒന്നും ഒക്കത്തില്ലായിരുന്നു. നമ്മൾ ബുദ്ധിമുട്ടിയിരുന്നു. ഇത് കെട്ടിയത് വലിയൊരു ഉപകാരവും വലിയൊരു സഹായമാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളും അതിൻ്റെ തോട്ടിൻ്റെ കരയിലാണ് താമസിക്കുന്നത്. ഈ വെള്ളം ഈ കെട്ട് വരുമ്പോൾ ഇരു സൈഡും കെട്ട് വരുമ്പോൾ നമ്മുടെ വെള്ളശല്യം അങ്ങ് മാറും. അല്ല, ഞങ്ങൾക്ക് അക്കരോട്ടും ഇക്കരോട്ടും പോകാനും വരാനും അമ്പലത്തിൽ പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് കെട്ടിയിട്ടുള്ളത്. ഒരു പോസ്റ്റ് പോലും കുഴിച്ചിടാനുള്ള വഴിയില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇത്രയും നല്ലൊരു റോഡാക്കിയതിന് ആരെടുത്താലും നന്ദി പറയാനേ ഒക്കത്തുള്ളൂ. പഞ്ചായത്താരെടുത്തായാലും പഞ്ചായത്ത് മെമ്പറെടുത്തായാലും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം മൊത്തം വെള്ളം കയറി നടക്കാൻ പറ്റുന്നൊരവസ്ഥയാണ് ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒത്തിരി ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും വീട്ടിലോട്ട് കയറാൻ പറ്റുന്നൊരവസ്ഥ. അപ്പോൾ ഇതിനെല്ലാവരും പരിഹാരമാണ്. മാത്രമല്ല അവിടെ നടപ്പാലം കൂടെ ആവും, അമ്പലത്തിലോട്ട് പോകാനുള്ള സൗകര്യമാവും. പ്രദേശത്തെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത്. മഴക്കാലത്ത് കുട്ടികൾ സ്കൂളിൽ പോകുന്നതും ഈ വഴി തന്നെ. സുരക്ഷാ ഭിത്തിയുടെയും റോഡിന്റെയും നിർമ്മാണം തടയുന്നത് തങ്ങളെ ഒന്നടങ്കം ബുദ്ധിമുട്ടിലാക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.